പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന മാർക്കർ പേനകൾ വലിയ രീതിയിൽ പരാജയമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണം പരാജയപ്പെട്ടതിനാൽ വരാനിരിക്കുന്ന ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പുകളിൽ കുപ്പികളിൽ ഇൻഡെലിസിബിൾ മഷി ഉപയോഗിക്കാനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. നേരത്തെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മഷി മായുന്നുവെന്ന പരാതികൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളവോട്ടുകൾ ഒരുപാട് നടക്കുകയും ചെയ്തിരുന്നു. സാനിറ്റൈസറോ എന്തിനു പറയുന്നു, സാധാരണ സോപ്പും വെള്ളവും ഉപയോഗിച്ചാൽ പോലും വിരലിലെ മഷി എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് വീഡിയോ സഹിതം തെളിവുകൾ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കർ പേന മാറ്റി വീണ്ടും പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകാമെന്ന തീരുമാനം കമ്മീഷൻ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ മാർക്കറിന്റെ ഉപയോഗത്തോടെ കള്ളവോട്ട് തടയാനുള്ള നടപടികളിൽ കമ്മീഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് കമ്മീഷൻ സമ്മതിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ മഷിക്കുപ്പികളിലേക്കുള്ള ഈ തിരിച്ചുവരവ്. മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിന്റെ മഷിയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഒരു പരീക്ഷണം നടത്തിയതോടെ ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങൾ തിരിയുകയായിരുന്നു. അതേസമയം EVMകളിൽ അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊരു പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു. മഷിയിലെ പിഴവ് കൊണ്ട് കള്ളവോട്ട് നടന്നേക്കാം എന്ന ആശങ്കയുണ്ടെങ്കിൽ EVMലെ സുതാര്യതയില്ലായ്മ വലിയ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വലിയൊരു വിഭാഗം വോട്ടർമാരും പ്രതിപക്ഷ പാർട്ടികളും. വോട്ടുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ടോ എന്ന ആശങ്കയാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഷിക്കുപ്പിയിലേക്ക് തിരിച്ചു വന്നതുപോലെ ബാലറ്റ് പേപ്പറിലേക്കുള്ള മടക്കത്തിന് ഈ മഷി വിവാദം ഒരു നിമിത്തമായേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ മഷിമാറ്റത്തിലൂടെ പഴയതിലേക്കുള്ള മടങ്ങിപ്പോക്ക് മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കമ്മീഷൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഏതായാലും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പഴമയിലേക്ക് രാജ്യം പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം.